ഇറാൻ അമേരിക്ക യുദ്ധം ഇന്ത്യയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഒരു ഗ്യാസിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയും ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് ഓപ്പൺ ചെയ്യാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെ ഇന്ത്യ എന്ന രാജ്യം മുഴുവനായിട്ട് ഗ്യാസിൻ്റെ ക്ഷാമം നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് ട്രംപിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഇത്രയും വലിയ ഒരു സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം നടന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമസ്കാരം. ഇന്ത്യയിൽ ഗ്യാസ് ഇല്ല. ഇപ്പോൾ പാചകവാതക വിതരണം തമിഴ്നാട്ടിൽ ഒക്കെ ഏകദേശം സ്തംഭിച്ചൊരവസ്ഥയിലാണ്. ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ ബോർഡുകൾ വെച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ഫുഡ് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന യുദ്ധം ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് ട്രംപ് ഇപ്പോൾ അനുവാദം തന്നിരിക്കുന്നു റഷ്യയുടെ നിന്നും എണ്ണ വാങ്ങാൻ. അതായത് ഇന്ത്യ അമേരിക്കയുടെ ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ രാജ്യത്തെ മോദി എത്തിച്ചോ? മോദിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എണ്ണയെ സംബന്ധിച്ചിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി 30 ദിവസത്തേക്കുള്ള ഒരു പെർമിഷനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന, അതായത് അവരുടെ കുക്കിങ്ങിനെ, ഭക്ഷണത്തെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം ഇന്ത്യയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഒരു ഗ്യാസിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് എന്ന് പറയുന്ന 2 രീതിയിലുണ്ട്. വെറുതെ നമ്മൾ ഈ പുളുവടിക്കുന്നതിന് ഗ്യാസ് വിടുക എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ നരേന്ദ്രമോദിയൊക്കെ പറയുന്നത് ഇന്ത്യ ഒരു തരത്തിലും ബാധിക്കില്ല, ഇന്ത്യക്ക് അതിന് മാത്രം ഉള്ള സംഭരണശേഷി, എണ്ണയും ഗ്യാസും ഒക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാർഹിക ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ അതുകൂടി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും വരും ദിവസങ്ങളിൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയും ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് ഓപ്പൺ ചെയ്യാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെ ഇന്ത്യ എന്ന രാജ്യം മുഴുവനായിട്ട് ഗ്യാസിൻ്റെ ക്ഷാമം നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പുറംകടലിൽ അനേകം കപ്പലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കാതെ ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ചൈനയിലേക്കുള്ള ചരക്ക് നീക്കം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൈനയിൽ നിന്ന് പോയിട്ട് ഗ്യാസ് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുള്ള കാര്യമാണ്. അപ്പോൾ എവിടെ നിന്ന് ഗ്യാസ് ഇന്ത്യയിലെ കുടുംബങ്ങളിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. 60% ഗ്യാസ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിലയ്ക്കുന്നതോടുകൂടി ഇന്ത്യയിലെ 60% ഗ്യാസ് ഉപയോഗത്തെ ട്രിപ്പിളിലാക്കുവാണത്. 60% ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ചരക്ക് നീക്കം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ല എങ്കിൽ തന്നെയും ഈ യുദ്ധത്തിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇന്ത്യ പോലുള്ളൊരു രാജ്യം മുൻകൈ എടുക്കേണ്ടത്. പക്ഷെ അതിന് തയ്യാറാവാതെ ഇപ്പോഴും അമേരിക്ക എന്ത് പറയുന്നു, ട്രംപ് എന്ത് പറയുന്നു, ട്രംപിന് ഒരു ദൈവത്തെ പോലെ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് ട്രംപിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഗ്യാസിൻ്റെ ക്ഷാമം ഇത്രയേറെ വർദ്ധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്തും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സമരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് എങ്ങനെ ഇങ്ങനൊരു ക്ഷാമം ഇവിടെ ഉണ്ടാകുന്നു, അത് ഇവിടുത്തെ ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കി കണ്ടോ? ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ കേരളത്തിലെ മലയാളികളൊക്കെ ഇപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഗ്യാസ് പോയി, ഇന്ത്യയിൽ ഗ്യാസ് ഇല്ല, രാഹുൽ ഗാന്ധിയുടെ ഗ്യാസും പോയി എന്നാണ് പറയുന്നത്. കാരണം ഒരു പ്രതിപക്ഷ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നാളെ തുടങ്ങി എന്താ സംഭവിക്കുക? എല്ലാ വീടുകളിലും ഇപ്പോൾ LPG ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇവർ പാചകം ചെയ്യുന്ന ആളെ? ഇത് പച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല.
വീട്ടിലെ അടുക്കള പൂട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെ അടുക്കള പൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉചിതമായ നടപടി എടുക്കേണ്ട ഉത്തരവാദിത്യം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിന് ഒരു തരത്തിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇത് സാധാരണ ജനങ്ങളെ ബാധിച്ചു തുടങ്ങി. സാധാരണ ജനങ്ങളെ ഇപ്പൊ ഇന്നും നാളെയും ഒക്കെ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് ഇത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ സപ്ലൈ നമ്മുടെ വീട്ടിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരാഴ്ച ആയി മാറിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുകളിൽ പോയതിനു ശേഷവും ഗ്യാസ് കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ട് എന്ന് ഇങ്ങനെ പല വാർത്താ മാധ്യമങ്ങളിലും വാർത്ത വരുന്നതോടുകൂടി ചില ആളുകൾ എന്ത് കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിൽ നിന്ന് കൂടി സിലിണ്ടർ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ചില വീടുകളിൽ 4-5 സിലിണ്ടറുകൾ വരുന്നൊരു അവസ്ഥയുണ്ടാവും. കരിഞ്ചന്തയിലൊക്കെ ഇപ്പോൾ LPG സിലിണ്ടർ വെക്കുന്ന അവസ്ഥയിലേക്ക് പോകും. പണ്ട് ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വേണ്ട പഞ്ചിങ്ങും മൊബൈൽ ആപ്ലിക്കേഷൻ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഓരോ വ്യക്തിക്കും നിശ്ചിത സിലിണ്ടർ നിശ്ചിത ദിവസത്തിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഇത് കരിഞ്ചന്തയിൽ വീണ്ടും ഇതിൻ്റെ വിൽപ്പന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് ഇന്ത്യ രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉള്ളിക്ക് വില കയറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഈ സവോള ക്ഷാമം അനുഭവപ്പെടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഭയങ്കരമായ വില കയറി പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് എനിക്കൊന്ന് ഡൽഹി ഗവൺമെൻറ് വരെ താഴെ പോയിട്ടുണ്ട്. ഷീലാ ദീക്ഷിതിൻ്റെ ഗവൺമെൻറ് താഴെ പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഉള്ളിക്ക് വില കൂടിയതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഒരു സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം നടന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധി ആണെങ്കിൽ കേരളത്തിൽ വന്നിട്ട് പുതിയ യാത്രയും അല്ലെങ്കിൽ കേരളത്തിന്റെ അധികാരം എങ്ങനെ പിടിച്ചെടുക്കാം എന്നൊക്കെയുള്ള ചിന്തയുമായിട്ട് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദേശീയ തലത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ട രാഹുൽ ഗാന്ധിയാണ് ഈ കേരളത്തിൽ വന്നിട്ട് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള CPM-നെയും LDF-നെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലി അതല്ല. അദ്ദേഹത്തിന്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ഗ്യാസ് ലഭിക്കാത്തൊരവസ്ഥ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതിനെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വല്ല ആലോചിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ഇപ്പോഴും കേരളത്തിന്റെ ഭരണം എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും എന്ന വിഷയത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒതുങ്ങിയിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ എത്തിയെന്ന് വേണം എനിക്ക് കരുതാനാണ്. എന്താണ് ഷാഫിക്ക് പറയാനുള്ളത്? ഇതിൽ പറയുകയാണെങ്കിൽ മോദിയുടെ കാര്യം തന്നെയാണ് ശരിക്കും അയാളുടെ ഗതികേട് ഞാനൊന്ന് ആലോചിക്കായിരുന്നു. ഈ നരേന്ദ്രമോദി ട്രംപ് അങ്ങോട്ട് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇപ്പുറത്തോട്ട് ചാടാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പുറത്തോട്ട് ചാടും. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. പണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി നടന്നിട്ട് ഇന്ത്യ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിന്ന കാട്ടുരാജാക്കന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞ മാതിരിയാണ് ശരിക്കും ഇപ്പോൾ മോദിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ മോദി ട്രംപിനോട് പറയുകയാണ്, അണ്ണാ ഞങ്ങൾക്ക് കുറച്ച് എണ്ണ വേണം, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ യുദ്ധം ചെയ്യല്ലേ, അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തൂടെ റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞൊന്ന് അപേക്ഷിച്ച്. അതായത് ലോകത്ത് അമേരിക്ക യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് നേരെ അമേരിക്ക യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അന്ന് ഇന്ന് പ്രതിപക്ഷത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അന്ന് ധീരമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധി അന്ന് ധീരമായിട്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക വൈറ്റ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണ്, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ഇവിടെ നിന്ന് പോകണമെന്ന് ഇന്ത്യ തീരുമാനിക്കും. 7ാം കപ്പൽപ്പട തിരിച്ചു പോകണോ വേണ്ടോന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്നുള്ള ധീരമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടുള്ള ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ട്രംപിന്റെ വാക്കിന് വേണ്ടിയിട്ട് ഒന്ന് കാതോർത്തിരിക്കുക. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതിന്റെ പ്രതിസന്ധി ഒന്ന് പരിഹരിച്ചു തരണേ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ വന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താണ് എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പൊടി തട്ടിയൊക്കെ യുദ്ധമൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു സ്മൂത്തിൽ അങ്ങനെ പോകുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യക്ക് മുകളിലും ഈ മേധാവിത്വം അമേരിക്ക സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുള്ള ഒരു സാമാന്യ ബോധം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധം ഇപ്പോഴും BJP-ക്കാർക്കും അതുപോലെ തന്നെ മോദിക്കും വന്നിട്ടില്ല. ഈ ഒരു ഇത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമായിട്ട് രാജ്യത്തിൻ്റെ അകത്ത് പട്ടിണിയും പരിവട്ടവും നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ രാജ്യം പോവുകയാണ്. അത്രയും ഗതികെട്ടൊരവസ്ഥയിൽ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തരമായിട്ട് ഈ രാജ്യത്ത് ഒരു പട്ടിണി ഉണ്ടാകേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്, ഈ പെട്രോളിയം ഗ്യാസിൻ്റെ ഈ ഒരു അഭാവം. അപ്പോൾ ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരക്ഷരം നരേന്ദ്രമോദി പറയുന്നില്ല എന്ന് മാത്രമല്ല, ട്രംപ് ഇനി എന്തെങ്കിലും കുറച്ചും കൂടെ ഒരു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കാത്തിരിക്കേണ്ട ഒരു ഗതികളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഈ ഒരു പ്രധാനമന്ത്രിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതെങ്കിലും വരും ദിവസങ്ങളിൽ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ ആകമാനം
സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഗ്യാസിൻ്റെ ദൗർലഭ്യം എന്ന് പറയുന്നത്. അതിനൊരു പരിഹാരം ഏത് രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ അടിയന്തരമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇത് പ്രതിപക്ഷം ഇല്ലാതെയാകുമ്പോഴത്തേക്ക് ഭരണപക്ഷത്തിനൊരു ആലസ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രതിപക്ഷം ശക്തമല്ല. അവർ കുറച്ചുകൂടി ശക്തി ആർജിച്ച് ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഇവിടെ ഗ്യാസിൻ്റെ ദൗർലഭ്യം വരുന്ന സമയത്ത് ഇവിടെ ഗ്യാസ് ഇല്ല എന്നെങ്കിലും പറയാനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.